മനുഷ്യൻ പറയാണ് അൺകണ്ടീഷണൽ ലവ്, അത് പറഞ്ഞു കേൾക്കുന്നത് ഒന്ന്, അനുഭവിക്കുന്ന വേറെ കാര്യമാണ്. ഇത് നമ്മൾ അനുഭവിക്കണം, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കണം. അത് പറഞ്ഞത്, നീ പാപം ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല നിന്നെ സ്നേഹിക്കണോ വേണ്ടയോ ദൈവം തീരുമാനിക്കുന്നത്. നീ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നെ സ്നേഹിക്കുന്നു. ചിലപ്പോഴൊക്കെ ചില പിള്ളേരൊക്കെ ഇങ്ങനെ വളർന്ന് വരുമ്പോൾ കൗമാര ജീവിതമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ സ്വയം പോക്കും അല്ലെങ്കിൽ പോർണോഗ്രഫിയൊക്കെ പെട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ ചിലപ്പോൾ സുവർഗം പോക്കും ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പിള്ളേർ ഈ സ്വയംഭോഗത്തിൻ്റെ ഒക്കെ വല്ലാത്ത അവസ്ഥ ഇങ്ങനെ ഞെരുങ്ങി പരമാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു. ഇത് ഇല്ല, പോർണോഗ്രഫി ഇനി കാണുകയാണ്, അങ്ങോട്ട് കയറുകയാണ്. പക്ഷെ പിന്നെ പെട്ടുപോകുന്നു, തകർന്ന് കുമ്പസാരക്കുട്ടി വരുന്നു, വിഷമിക്കുന്നു, നിരാശപ്പെടുന്നു. അവിടെ ആത്മാർത്ഥത ബോധ്യപ്പെട്ടാൽ ഞാൻ അവിടെ പറയും, ഇനിയും നീ ഇങ്ങനെ ചെയ്യാനിട വന്നാൽ, മോളെ മോനെ, ഇനി നീ ചെയ്യാനിട വന്നാൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈശോട് പറ, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. ചേർത്തുപിടി. ഞാൻ കെട്ട പാപത്തിൽ ഇനിയും നീ വീണാൽ, എന്തെങ്കിലും വീണാൽ അതിനകത്തായിരിക്കും, ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഹൃദയത്തിൽ എന്ന് പറ, ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു ഈശോയെ, എനിക്കിത് വേണ്ട, അതായത് ചെയ്ത് പോവുക. ഈശോ തന്നെ ചേർത്ത് പിടിക്കും. കാരണം പാപികളെ തേടി അവിടുന്ന് വന്നിരിക്കുന്നത്. ആരോഗ്യമുള്ളവർക്കല്ല, രോഗിക്കാ വൈദ്യനെ കൊണ്ട് ആവശ്യം. ഈശോ കൃത്യം പാപിയെ തേടിയെന്ന് ചുമ്മാ ഭംഗിവാക്ക് പറഞ്ഞല്ല, കൃത്യം ഉദാഹരണം പറയാൻ, ലോജിക്ക്. ആരോഗ്യമുള്ളവർക്കല്ല ഡോക്ടറുടെ ആവശ്യം, രോഗിക്കാണ്. പാപത്തിൽ വീഴുന്നവർ രോഗികളാണ്, ബലഹീനരാണ്, പിന്നെ വീണു പോകുന്നു. ഒരു മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും ചെല്ലുമ്പോൾ, കോട്ടയം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും ആൾക്കാർ ചെല്ലുമ്പോൾ ചുമ്മാ ഒരാളെ കാണാൻ വേണ്ടി ചെന്നാൽ ആ സമയം നോക്കി പാസ്വേഡ് അകത്ത് കയറാൻ പറ്റും. ഇച്ചിരി ജലദോഷം തുമ്പലുമായിട്ട് ചെന്നാൽ ചീട്ടെടുത്തിട്ട് കാത്തിരിക്കണം ഡോക്ടറെ കാണാൻ, മണിക്കൂറൊക്കെ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ വല്ലാത്തൊരു അപകടത്തിൽപ്പെട്ട് തകർന്ന് ചോരയെ കുടിച്ച് ആംബുലൻസിൽ ആണ് വരുന്നതെങ്കിലോ സമയം നോക്കണ്ട, പാസ് കൊടുക്കണ്ട, വെയിറ്റ് ചെയ്യണ്ട, നേരെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർമാരെല്ലാം ചുറ്റും വന്നിരിക്കും. കാരണം രോഗികൾക്കാണ് ആശുപത്രി പ്രിഫറൻസ്. രോഗാവസ്ഥ എന്തുമാത്രം ഗുരുതരമാണോ അതനുസരിച്ച് ഡോക്ടർമാർ അർജന്റായിട്ട് അവൈലബിൾ ആകും. നീ എന്ന വ്യക്തി ആത്മീയമായിട്ട് എത്ര തകർന്ന അവസ്ഥയിലാണ്, ജഡികാസക്തി, മദ്യപാനം, വ്യഭിചാരം, പോർണോഗ്രഫി, എന്തെങ്കിലും ആയിക്കോട്ടെ സ്നേഹമുള്ളവരെ, ചിലപ്പോൾ എടുത്തു വരുന്ന അതൊക്കെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന പാവങ്ങളാണ്. മറ്റൊരു ഭാഗത്തേക്കാൾ കൂടുതലായിട്ട് നിയന്ത്രിക്കാൻ മേലാതെ പെട്ടുപെട്ടു പോകുന്ന അഡിക്ഷന്റെ അവസ്ഥയുണ്ട് ഇതിനകത്തൊക്കെ. അങ്ങനത്തെ അവസ്ഥയിൽ കിറങ്ങുന്ന വിഷമിക്കുന്ന ആരെങ്കിലും ആണ് നീയെങ്കിൽ നിനക്ക് ഒരു പാസും എടുക്കാതെ ഏത് സമയത്ത് ഈശോ പക്കലേക്ക് കയറാൻ. ഇതാണ് ഈശോ പഠിപ്പിക്കുന്നത്, ഈശോ വ്യക്തമാക്കുന്ന ദൈവം. എന്ന് പറയുമ്പോഴും ഒരു കാര്യം കൂടെ, ഈ ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങള് യോഹന്നാൻ 1:18 വാക്യം, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്ത ദൈവം തന്നെ ഏകദിനം അവിടുത്തെ വെളിപ്പെടുത്തിയത്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിന്നെ ആരാ കണ്ടത്? കണ്ട ഒരാളുണ്ട്, ഏകജാതൻ പുത്രൻ, ദൈവം തന്നെ അവിടുന്ന് വെളിപ്പെടുത്തുന്നത്. ദൈവത്തെ ആർക്കും കാണാൻ പറ്റുകയില്ല, കാരണം ദൈവം അരൂപിയം, രൂപമില്ലാത്ത ദൈവത്തെ എങ്ങനെ കാണാൻ പറ്റും? അതുകൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്താൻ ദൈവം രൂപം ധരിച്ചതാണ് ഈശോ. അപ്പൊ നമുക്ക് നോക്കാൻ പറ്റി രൂപം, ഒരു മനുഷ്യ രൂപം, അതാ മനുഷ്യ അവതാരം. അപ്പൊ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ആദം അവയെ അറിഞ്ഞിരുന്നു, പാപം ചെയ്തപ്പോൾ ആരും നഷ്ടപ്പെട്ടു, ഭീകരമായ അവസ്ഥ വന്നു. ഒരു ദൈവത്തെ കാണാൻ അനുഭവിക്കാൻ കിട്ടുന്നില്ല. അന്ന് മുതൽ കിട്ടിയ ഭീകരമായ ധാരണയാണ്, അത് മാറ്റണം. ദൈവത്തെ അറിയണം, ദൈവത്തെ അറിയുന്നത് നിത്യജീവൻ. അച്ഛനെ പറഞ്ഞു വരുന്ന കാര്യം ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധിച്ചതിന് കണക്ഷൻ എടുക്കണം നിങ്ങൾ. ദൈവത്തെ അറിയുന്ന നിത്യജീവൻ, അറിയുന്നില്ല, ഡിസ്റ്റോർട്ടഡ് ഇമേജ് കയറി ആദ്യ പാപത്തെ വിശാല പ്രവൃത്തിയാണ്. അത് നമ്മളെല്ലാവരും വഹിക്കുകയാണ്. അവിടെ ദൈവം ആരാണെന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ദൈവം രൂപം ധരിച്ചു, അതാണ് ഈശോ. ഭൂമിയിലേക്ക് വന്നു. ഈശോ എന്തെല്ലാം പറഞ്ഞുവോ, ഈശോ എന്തെല്ലാം പഠിപ്പിച്ചുവോ, ഈശോ എന്തെല്ലാം ചെയ്തുവോ, അത് മുഴുവനും സ്വർഗത്തിലെ ദൈവം തന്നെയായി ചെയ്യുന്നത്. യോഹന്നാൻ 14
യോഹന്നാൻ 14 അല്പം വചനത്തോട് ഒന്ന് കണ്ടു കയറി പോവാണ്. ഒന്ന് ഉള്ളു പ്രാർത്ഥന ആപോലും ഇരുന്നുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾ വചനത്തിൻ്റെ ചില ആഴപ്പെട്ട ചില നേരെ കാഴ്ചയെടുക്കാൻ. യോഹന്നാൻ 14 പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നെല്ലാം പറഞ്ഞ് വഴി ശ്രദ്ധിച്ചത് ഞാനാണ്. ഈശോ പഠിപ്പിച്ച് കേട്ടപ്പോൾ കേട്ടിരുന്ന പീലിപ്പോസിന് ആവേശം മൂത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന പിതാവിനെ കാണിച്ച അതിന് അത് മതി. ഇല്ല, 8-ാം വാക്യം. പീലിപ്പോസ് പറഞ്ഞ കർത്താവെ പിതാവിനെ ഞങ്ങൾ കാണിച്ച ഞങ്ങൾക്ക് അത് മതി. 9-ാം വാക്യം യോഹന്നാൻ 14:9. യേശു പറഞ്ഞു, ഇക്കാലം അത് ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നിട്ട് പീലിപ്പോസ് നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നതിന് പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ കാണിച്ചത് നീ പറയുന്നത് എങ്ങനെ? പിതാവിനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോ ഈശോ പറയും എന്നെ കാണുന്നത് പിതാവിനെ കാണുന്നത്. പിന്നെ വേറെ കാണിച്ചു തരാൻ പറഞ്ഞത് എങ്ങനെയാ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ പൊക്കിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളിലൊന്ന് പ്രാർത്ഥിച്ചിരുന്നേ കേട്ടോ. ചിലർക്ക് ഇച്ചിരി മയക്കുറക്കം വരുന്നു, എടുത്തും കുറിച്ചും മരച്ചും ഒക്കെ ആയിരുന്നേ. രാത്രി ഉറക്കം ചില പറ്റാത്തവരുണ്ടാവും. എന്നാലും നമുക്ക് വേറെ സമയമില്ലല്ലോ. അപ്പം ഈശോ പറഞ്ഞ് ഇത്ര നാളുണ്ടായിട്ട് നീ എന്നെ കണ്ട് മനസ്സിലാക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അടുത്ത വാക്യം കണ്ടോ, ഞാൻ പിതാവ് എന്നിലുമാണ് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളുടെ പറയുന്ന വാക്കുകൾ സമയത്തെ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറഞ്ഞ് വിശ്വസിക്കുവിൻ, അല്ലെ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. ഈശോ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ സ്വമേധയ പറയുന്നതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതാണ് ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നതും എന്ന് പറയുമ്പം മത്തായി 9 കണ്ട മത്തായിയുടെ വീട്ടിൽ ഈശോ പോയിരുന്ന് ആ പാപികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. അവിടെ പോയിരുന്ന ഭക്ഷണം കഴിക്കുന്ന അതിൽ ആരാ? സ്വർഗത്തിലെ ദൈവം തന്നെയാണ്. അവിടെ ആൾക്കാർ വെറുപെടുത്തപ്പം ഞാൻ പാപികളെ തേടിയാ വന്ന് നീതിമാന്മാരെ തേടി അല്ല എന്ന് ഈശോ പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവമാണ് ഈശോയിൽ വസിച്ചുകൊണ്ട് ഇത് പറയുന്നത്. ഞാൻ സ്വമേധയാ പറയുന്നതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്, തന്റെ വാക്കുകൾ പറയുന്നതാണ്. അപ്പൊ നമ്മൾ ബൈബിളിലേക്ക് നോക്കി ഈശോ പറഞ്ഞതും ചെയ്തതും ഒക്കെ കാണുമ്പോൾ നേരെ സ്വർഗത്തിലെ ദൈവം തന്നെയായി ചെയ്യുന്നത്. അതൊന്ന് കുറച്ച് ക്ലിക്കാക്കി എടുക്കണം. യോഹന്നാൻ 5 ഈശോ ഇത് ആവർത്തിച്ച് തിരിച്ച് മറിച്ച് പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ 5 ഈശോ പറയുന്നല്ലോ 30-ാം വാക്യം, സമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല, ഞാൻ ശ്രമിക്കുന്ന പോലെ താൻ വിധിക്കുന്നു, എന്റെ വിധി നീതിപൂർവമാണ്, കാരണം എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ച ഇഷ്ടം തന്നെ അന്വേഷിക്കുന്നു. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുകയില്ല. ഈശോ ചെയ്യുന്നത്, ഈ മത്തായിയുടെ വീട്ടിൽ പോയിരുന്ന ഈശോ സ്വർഗത്തിലെ ദൈവം തന്നെയാണ്. വ്യഭിചാരിയെ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ വിധിക്കാതെ വിട്ട ഈശോ പറഞ്ഞ സ്വമേധയല്ല അങ്ങനെ ചെയ്തത്, എന്റെ തോന്നൽ വെച്ച് അവളെ അങ്ങ് വിട്ടെന്നുള്ളതല്ല, സ്വർഗത്തിലെ ദൈവം തന്നെ എന്നിലൂടെ ചെയ്തതാണ്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല മോളെ എന്ന് പറഞ്ഞു. ഞാനല്ല. വീണ്ടും 19-ാം വാക്യം നോക്കി, അവിടെ തന്നെ യോഹന്നാൻ 5:19 ഈശോ സത്യത്തിൽ പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്ന അല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. പുത്രന്റെ സ്വന്തം ഇഷ്ടം ഒന്നും ചെയ്യാൻ പറ്റുകയല്ല, പഠിപ്പിക്കാനും പറ്റുകയല്ല. ഞാനിത് പറയുന്നത് ഈ ബൈബിളിൽ ഈശോ പഠിപ്പിക്കുന്നതായിട്ട് വായിക്കുന്ന കാര്യങ്ങളുടെ ആഴം കരുത്ത് നമ്മൾ തിരിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പം ദൈവം പാപികളെ സ്നേഹിക്കുന്നു, ഒരിക്കലും വെറുക്കുന്നില്ല, എത്ര പാപം ചെയ്താലും. യോഹന്നാൻ 8 വ്യഭിചാരിണി ഒരു സംഭവത്തിന് അവസാനം ഈശോ ഞാൻ തന്നെ വിധിക്കുന്നില്ല, നീ പൊയ്ക്കൊള്ളുക, ഇനി പാപം ചെയ്യരുത്. 11-ാം വാക്യം യോഹന്നാൻ 8:11, ഇനി പാപം ചെയ്യരുത്, പൊയ്ക്കൊള്ളുക, ഞാൻ തന്നെ വിധിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ പറയും, എൻ്റെ അച്ഛാ അവള് പാപം ചെയ്തു, ഈശോ ക്ഷമിച്ചു, ഇനി ചെയ്യരുതെന്ന് പറഞ്ഞു, പിന്നെ അവൾ ചെയ്തില്ല. എൻ്റെ കാര്യം അങ്ങനെ അല്ല അച്ഛാ, ഞാൻ പിന്നെയും പോയി ചെയ്യുക, എന്നെ നിങ്ങൾ ദൈവം സ്നേഹിക്കും. വിചാരിക്കുക അവള് അന്ന് പോയി പിറ്റേ ദിവസം ഈശോയുടെ പക്കൽ ഓടി വന്നിട്ട്, എൻ്റെ കർത്താവ് ഇന്നലെ രാത്രി ഞാൻ പോയി പിന്നെ പാപം ചെയ്തു, ക്ഷമിക്കണേ. ഈശോ എന്നാ പറയും, ക്ഷമിച്ചിരിക്കുന്ന മോളെ ഇനി പാപം ചെയ്യരുത്, സമാധാനത്തോടെ പോയി. ഉച്ച കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വന്നു, എൻ്റെ കർത്താവ് ഞാൻ പോയ വഴിക്ക് പിന്നെ പാപം ചെയ്തു, ക്ഷമിക്കണേ. ഈശോ എന്നാ പറയും, ക്ഷമിച്ചിരിക്കുന്നു, ഇനി പാപം ചെയ്യരുത്. വൈകുന്നേരം വീണ്ടും വന്നിരിക്കും, കർത്താവ് പിന്നെ ഞാൻ പാപം ചെയ്തു, ക്ഷമിക്കണേ. അങ്ങനെ എത്ര പ്രാവശ്യം അവൾ വരുമ്പോഴാ ഈശോ ഈ പരിപാടി നടക്കുകയല്ല കേട്ടോ, ഇത് പരിപാടി നടക്കുകയല്ല എന്ന് പറയുന്ന എത്രാമത്തെ പ്രാവശ്യമാണ്? ഈ സംശയം പത്രോസിന് വന്നപ്പം
പത്രോസ് ചോദിച്ചു, എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഇത് ഇങ്ങനെ ക്ഷമിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? ഒരു പരിധി വേണ്ടേ? നമ്മളെല്ലാം പറഞ്ഞൊരു വാക്കാണ്, ക്ഷമിക്കും ഒരു പരിധിയില്ലേ? അല്ലെ, ക്ഷമിക്കും ഒരു പരിധിയില്ലേ എന്ന് നമ്മളെല്ലാം ചിന്തിക്കാറുണ്ട്. പരിധിയില്ലെന്നാണ്. മത്തായി 18 അത് വായിക്കുന്നത്. മത്തായി 18 ഇല്ലേ, 7 പ്രാവശ്യമോ നിർത്തൽ. 7 70 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 400 കൃത്യ കണക്കൂട്ട് 490. അതിന്റെ വ്യാഖ്യാനം എന്താണ്? എത്ര പ്രാവശ്യം തെറ്റിപ്പെട്ടിട്ട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് വന്നാലും ക്ഷമിച്ചോണമെന്നാണ്. 490 പ്രാവശ്യം പാപം ചെയ്തിട്ട് അനുദപിച്ച് വന്ന് മാപ്പ് ചോദിക്കാൻ പാതരാമതൊരു പാപം ചെയ്യാൻ തുടങ്ങിയാൽ പോലും പറ്റുമെന്ന് തോന്നില്ല ഒരു ദിവസം. എന്നുവെച്ചാൽ അനന്തമായിട്ട് എത്ര പാപം ചെയ്താലും ദൈവം വെറുക്കുകയില്ല, ശിക്ഷിക്കുകയില്ല. ഇങ്ങനെ പറയുമ്പോൾ ചെന്ന് വരും, എന്നാ പിന്നെ ഇഷ്ടം പോലെ പാപം ചെയ്യാമല്ലോ, തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. എല്ലാം ചെയ്തിട്ട് ദൈവം ഒരിക്കലും പണങ്ങുകയില്ല, ദൈവം ഒരിക്കലും വെറുക്കുകയില്ല, ദൈവം ശിക്ഷിക്കുകയില്ല. അത് പറയുന്നത് കേൾക്കുമ്പം ഒരു സുഖം തോന്നുന്നുണ്ട്, കേൾക്കാൻ ആശ്വാസമുണ്ട്. അപ്പൊ മറുപടി ചിന്ത വരുന്നത്, എന്നാ പിന്നെ ഇഷ്ടം പോലെ ചെയ്യാമല്ലോ, കുറച്ചുകൂടെ ചെയ്തിട്ട് വന്നിട്ട് കുമ്പസാരിച്ചാൽ മതിയല്ലോ, അങ്ങനെയൊക്കെ അങ്ങോട്ട് എന്താ കുഴപ്പം? ദൈവം ഒരിക്കലും പണങ്ങുകയല്ലോ, അപ്പൊ ശിക്ഷയില്ലേ? അതേക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലേക്ക് വന്നേ, 47-ാം വാക്യം. യോഹന്നാൻ 12:47 തിരുവചനം. യോഹന്നാൻ 12:47 തിരുവചനം. സ്നേഹമുള്ളവരെ, നിങ്ങളെ ഓരോ വിഷയങ്ങൾ ഇന്നലെ നിങ്ങളുടെ നിയമം എല്ലാം തന്നെ ഞാനൊന്ന് കണ്ണൊടിച്ച് വായിച്ചു. ഒത്തിരി ഉള്ള ഞാൻ പിന്നെ വായിച്ചോളാം, ഓടിച്ച് വായിച്ചതേ ഉള്ളൂ. പല വിഷയങ്ങൾ പലർക്കും ഉണ്ട്, പല മേഖലയിൽ. അതിൻ്റെ എല്ലാം ഉത്തരത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അവിടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് ഒപ്പിയെടുത്ത് അതിലൂടെ കയറി വരണം. അപ്പോൾ ഇന്നലെ പറയുകയുണ്ടായി, ഞാൻ ആദ്യം പറഞ്ഞു, ഇന്നലെ 72 പേർക്കും അനുഭവം പോസിറ്റീവായിട്ട് കിട്ടി. രണ്ടാമത് പറഞ്ഞു, പക്ഷേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ മാമോദിസയ്ക്ക് ഒരു 3 കാര്യം ചോദിക്കുന്നു. നീ ആഗ്രഹിക്കണം, നീ അനുദപിക്കണം, നീ വിശ്വസിക്കണം. അത് നമ്മൾ ചെയ്യണം. അത് ചെയ്യാതെ നമ്മളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലെ സാധിക്കുകയല്ല. ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ കണ്ടു, യൂദാസ്കറിയാത്ത. ഈശോ 3 വർഷം കൂടെ കിട്ടിയിട്ട് പോലും സാത്താന്റെ മേൽ അധികാരം കിട്ടി ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്ത ആളായിരുന്നിട്ട് പോലും ഈശോയുടെ അടുത്ത് കുർബാനയെ സംബന്ധിച്ചുകൊണ്ട് ഇരുന്ന് ഈശോയുടെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിക്കുന്ന അവസ്ഥയിൽ ആയിരുന്നിട്ട് പോലും സംരക്ഷണം കിട്ടാതെ പോയ വ്യക്തി. അതിന് കാരണം നമ്മൾ പറഞ്ഞു, അങ്ങനെ ആഗ്രഹിച്ചില്ല 1, അനുദപിച്ച് വിശുദ്ധീകരിച്ചില്ല 2, നമ്മൾ കണ്ടതാണ്. വചനം വിശ്വസിക്കാൻ തയ്യാറായില്ല 3, തീർന്നു. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഒരാൾ ചെയ്യാതെ, അച്ഛനെന്നല്ല, മെത്രാനച്ഛനല്ല, തമ്പുരാൻ ഈശോ തന്നെ ഇവിടെ വന്ന് നിങ്ങളെ പഠിപ്പിച്ചാലും ഒരു ഉപകാരമില്ല. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു, ചുരുങ്ങിയ സെക്കൻഡുള്ളെങ്കിലും നമ്മളെല്ലാം മാസങ്ങളുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അവരുടെ വച്ചാൽ എനിക്കിവിടെ പ്രാർത്ഥിക്കണം നമ്മളെപ്പോഴും പറയും. ഈശോയുടെ പ്രാർത്ഥന കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. അന്ത്യത്താഴത്തിന് ഈശോ പറഞ്ഞു, ശമയോനെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ കൂടുതൽ, ഈശോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ കൂടിയത്? അപ്പൊ ഈശോയുടെ പ്രാർത്ഥന കിട്ടിയ ഒരു മനുഷ്യൻ പത്രോസ്. അത്ര ഒരു ഭാഗ്യം. ഈശോ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനേക്കാൾ വേറെ പ്രാർത്ഥിക്കാതിരിക്കുന്നത്. എന്നിട്ടും ആ മനുഷ്യൻ അന്ന് വീണു. എന്നിട്ടും പത്രോസ് തള്ളി പറഞ്ഞു സാത്താന്റെ പിറകിൽ. അതിനെ പറ്റി ലൂക്കാ 22:31 വാക്യമുള്ളത് കാണുന്നത് അല്ലേ? ക്ഷമയോനെ സാത്താൻ ഗോതമ്പ് പോലെ പാറ്റിക്കൊഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. താഴെ വരുമ്പോൾ കാണാം, നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചേ. കോഴി പത്രോസ് പറഞ്ഞു, കർത്താവ് ഞാൻ ഉപേക്ഷിക്കല്ല, കാരാഗ്രഹത്തിൽ പോലെ മരിക്കേണ്ടി വന്നാലും ഉപേക്ഷിക്കാം. ഈശോ പറഞ്ഞു, മോനെ, നിന്റെ ആഗ്രഹവും കൊള്ളാം, പക്ഷെ നീ ചെയ്യേണ്ട കാര്യം ചെയ്യണം. ഞാൻ പറഞ്ഞ് വിശ്വസിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പത്രോസ് കുഴപ്പമില്ല. ലൂക്കാ 22 വായിക്കുമ്പോൾ കാണാം, തോട്ടത്തിലേക്ക് പോകുമ്പോൾ ഈശോ പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഇവർ പോയി കിടന്നുറങ്ങി. ആ രാത്രി പ്രാർത്ഥിച്ച ഏക വ്യക്തി ഈശോയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും ഉറങ്ങുകയാണോ? പ്രാർത്ഥിച്ച് പ്രലോഭത്തിൽ അകപ്പെടാതിരിക്കാൻ.
അപ്പൊ ഈശോയുടെ തന്നെ പ്രാർത്ഥന കിട്ടിയ ആളായിരുന്നിട്ടും പത്രോസ് അദ്ദേഹം വ്യക്തിപരമായി പ്രാർത്ഥിക്കാതെ നീങ്ങിയപ്പം സാത്താന്റെ മുമ്പിൽ ഉരുണ്ട് പറഞ്ഞിരിക്കുന്നു. കാര്യം മനസ്സിലായ അച്ഛനല്ല, മെത്രാൻസല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പയല്ല, ഈശോ തന്നെ. മാത്രമല്ല വചനം പറയുന്നില്ല ഈശോ നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയാണെന്ന്. അതെവിടെയാ? അത് അന്ന് ചെയ്തു. ഇപ്പോഴും ഈശോ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുന്നൊരു വചനം റോമ 8:32 വാക്യം അല്ലേ? നോക്കിക്ക്. റോമ 8:34 മരിച്ചവരെങ്കിലും ഉത്ഥാനം ചെയ്തവരും ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരുമായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, പത്രോസിന് വേണ്ടി ഈശോ അന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഇപ്പൊ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന. ഇതിനേക്കാൾ പിന്നെ ആരാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ വീഴുന്നത്? ഈശോ പ്രാർത്ഥിച്ചിട്ട് പത്രോസ് എന്തുകൊണ്ട് വീണു? പത്രോസ് പ്രാർത്ഥിച്ചില്ല. ഈശോയുടെ പ്രാർത്ഥന പത്രോസിന് ഉണ്ടായിരുന്നിട്ടും പത്രോസ് വീണതിന് കാരണം അതാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ എന്തെല്ലാം പ്രാർത്ഥന ഇവിടെ എടുത്താലും, ഇന്നലെ അച്ഛൻ പറ്റുന്നവർ സെക്കൻഡ് പ്രാർത്ഥിച്ചു, ഇനി അവസാന ദിവസം പ്രാർത്ഥിക്കും. അച്ഛൻ എത്ര പ്രാർത്ഥിച്ചാലും നീ എന്ന വ്യക്തി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാതെ തമ്പുരാന്റെ ശക്തി വിടുതലായിട്ട് നിനക്ക് കിട്ടിയല്ല ഒരു മാർഗമില്ല. അങ്ങനെ ദൈവം ലക്ഷ്യം വെച്ചിരിക്കുന്നു. നമുക്ക് വ്യക്തിക്ക് ദൈവം നൽകിയ സ്വതന്ത്ര മനസ്സെന്ന് പറയുന്നതിന്റെ കരുത്ത്, ദൈവത്തോട് പോലും നോ പുറത്തവിടെ നിൽക്കുന്ന പറഞ്ഞ് ദൈവം പുറത്ത് നിൽക്കും. നമ്മുടെ ജീവിതത്തിൽ കയറി വരികയല്ല. അതുള്ള അത്ര കരുത്ത് നമുക്കുണ്ട്. നമ്മുടെ ഫ്രീ വില്ലിന് വെളിപാട് 3 ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും അത് കേട്ട് തുറന്നു തന്നാൽ അകത്ത് വരും. വാതിൽക്കൽ മുട്ട് കേട്ട് നമ്മൾ ജനാലെ കൂടെ നോക്കി ദൈവം തന്നെ നിൽക്കുക പുറത്ത്. ഇപ്പൊ കയറണ്ട, അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കും എന്ന് പറഞ്ഞാലോ ദൈവം അവിടെ നിൽക്കും എന്നല്ലേ അർത്ഥം. ആരെങ്കിലും കേട്ട് തുറന്ന് തന്നാൽ ഞാൻ വരും, തുറന്നിരുന്നില്ലെങ്കിലോ ഞാൻ കയറിയല്ല. അപ്പൊ ദൈവത്തോട് പോലും പുറത്തവിടെ നിൽക്കുക, സ്റ്റാൻഡ് ഔട്ട്, ഗെറ്റ് ഔട്ട് എന്ന് പറയാനുള്ള ശേഷി നമ്മുടെ മനസ്സിന്, സ്വതന്ത്ര വില്ലിന് ദൈവം തന്നിരിക്കുന്നതാണ്. അത് ദൈവത്തിന്റെ സദൃശമായി. ഇത് മറക്കരുത്. ആ സ്വതന്ത്ര മനസ്സിനെ ദൈവം എപ്പോഴും മാനിക്കും, ഒരിക്കലും വയലേറ്റ് ചെയ്യുകയല്ല. അതുകൊണ്ട് നീ എന്ന വ്യക്തി നിന്റെ സ്വതന്ത്ര മനസ്സാലെ ആഗ്രഹിക്കാതെ, നീ എന്ന വ്യക്തി നിന്റെ സ്വതന്ത്ര മനസ്സാലെ സാത്താനോട് നോ പറഞ്ഞ് ദൈവത്തോട് യേസ് പറഞ്ഞ് പാപത്തെ ഉപേക്ഷിക്കാതെ, നീ എന്ന വ്യക്തി നിന്റെ സ്വതന്ത്ര മനസ്സാലെ ദൈവത്തിന്റെ വചനം വിശ്വസിക്കാൻ തയ്യാറാകാതെ നിനക്ക് ദൈവരാത്രിക്ക് വരാൻ പറ്റിയത് ഇവരാർക്കൊന്നും ചെയ്യാനില്ല. അതിന്റെ വീണ്ടും ഇതിന്റെ ആളുകൾ ഇനി കാണും. ഇപ്പൊ സ്നേഹമുള്ളവരെ, നമ്മള് യോഹന്നാൻ 12 വന്ന് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പറയാൻ കാരണം, നിങ്ങൾ അശ്രദ്ധമായിട്ടിരിക്കരുത്. ക്ഷീണമുള്ളവരുണ്ട്, പ്രായത്തിന്റെ ആവശ്യമുള്ള മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. എങ്കിലും പറ്റുന്ന പോലെ ഒന്ന് പരിശ്രമിച്ചിരുന്നേ. എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ രാവിലെ കാപ്പ് പിടിച്ചിട്ടുന്നപ്പോൾ കുറേ ഗുളിക വാരി കഴിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അന്തിച്ചു പോയി. 2 ആന്റിബയോട്ടിക് അച്ഛൻ ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ പോയി ഡോക്ടർ കിടക്കാൻ പറഞ്ഞിട്ട് കിടക്കാതെ ഇങ്ങോട്ട് വന്നിരിക്കാം. ഇത്രയും മരുന്നും കഴിച്ച അച്ഛനോട് ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുന്നത്. അത്രയും മരുന്ന് നിങ്ങളാരും കഴിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ക്ഷീണമൊക്കെ സ്നേഹമുള്ളവരെ കാണും. എങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ നിന്റെ ആഗ്രഹത്തെ മാത്രമേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വീകരിക്കുന്ന അനുഭവം, സ്വീകരിക്കാത്ത അനുഭവം ഈ ഉള്ളകയിൽ അറിയാൻ പറ്റും. ചിലരുടെ തന്നെ കൈവച്ച് കഴിഞ്ഞാൽ ഒന്നും ഇറങ്ങിയല്ല, മന്നിച്ചിരിക്കുക. ഇറങ്ങിയാലത്തോടത്തോട്ട് കൊടുക്കാൻ പറ്റുമോ? പാല് കുടിക്കുന്നിടത്ത് കൊച്ചിന്റെ വായിലേക്ക് പാല് പിന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ കൊച്ചു പാല് കുടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മ ഏറ്റു പോവുകയല്ല, പിന്നെ കുടിക്കും തോറും പിന്നെ കൊടുക്കാതെ ഉള്ളവന് വീണ്ടും കിട്ടും, ഇല്ലാത്തവന് കിട്ടും. സ്വീകരിക്കണം, നമ്മുടെ ദാഹത്തോടെ എടുക്കണം, കൈവച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പലപ്പോഴും പറയും, മണ്ണിനും പറമ്പിനും വീടിനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ല, മൃഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പെട്ടെന്ന് പ്രാർത്ഥന ഫലിക്കും. കാരണം അവർ മറുതലിക്കുകയാണ്. മനുഷ്യൻ മറുതലിക്കും. സ്വതന്ത്ര മനസ്സ് മാലാഖയ്ക്കും മനുഷ്യൻ മത ദൈവം കൊടുത്തുള്ളൂ. മൃഗങ്ങൾക്കൊന്നും പാപം ചെയ്യാൻ പറ്റിയല്ല, അറിയാമല്ലോ.
പാമ്പിന് മുറുക്കം പാമ്പ് കണ്ടുപോയി എന്തോ പാപം ചെയ്യത്തില്ല, അവർക്ക് സ്വതന്ത്ര മനസ്സില്ല. പാപം ചെയ്യാൻ രണ്ട് സൃഷ്ടികളുണ്ട്, മാലാഖയും മനുഷ്യനും. കുറച്ച് മാലാഖ പാപം ചെയ്താൽ വിശാദിക്കണം, നമ്മൾ പാപം ചെയ്ത് നമ്മുടെ അവസ്ഥ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ മറുതലിക്കും ബുദ്ധി കൊണ്ട്. നോ, പിറുപിറുക്കുന്നു യുദാസം പറ്റും, പിറുപിറുത്ത് ആർക്ക് വിശ്വസിക്കാൻ പറ്റും? അപ്പം അടക്കിയാണ്. ദൈവം ഒരിക്കലും വയലേറ്റ് ചെയ്യുകയാണ്, ബലം പിടിച്ച് കയറുകയാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പം ഒരുപാട് പേര് ഇങ്ങനെ ഇരിക്കുകയാണ്. പഠിപ്പിച്ചു അങ്ങനെയൊക്കെയാണോ? ഒരിക്കലും ധ്യാനം മുഴുവൻ കൊടുക്കാനാണ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആരെ കൊണ്ട് പറ്റു വെച്ച്. അത് അന്നും പറഞ്ഞ് കഫർനാമിലെ സെനോഗിലെ പ്രസംഗം കഴിഞ്ഞ് പറഞ്ഞത് ഇങ്ങനെ ജീവിക്കാൻ ആരെ കൊണ്ട് പറ്റും, അവരിട്ട് പോയി. ഇങ്ങനെ മറുതലിക്കുന്ന ഉള്ള ബ്ലോക്ക് ചെയ്യുക കൃപയുടെ ഒഴുക്കിനെ. അതുകൊണ്ട് ഈ മൃഗങ്ങൾക്കും പറമ്പിനും വീടിനും വേണ്ടി പ്രാർത്ഥിക്കുമ്പം അതങ്ങ് വരച്ചതാണ്. ഇവിടെ എത്ര വരച്ചാലും എടുക്കുകയല്ലാത്ത അവസ്ഥയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്തുമാത്രം ഉള്ള വിശ്വാസത്തിലേക്കും ആഗ്രഹത്തിലേക്ക് തുറക്കാവ് അത്ര തുറന്നെടുത്തേ ഇതിനോട് തന്നെ മാറ്റി വെച്ച ദിവസങ്ങളല്ല സ്നേഹമുള്ളവരെ. ഇത്തിരി ക്ഷീണം മയക്കമൊക്കെ വരുന്നുണ്ട്, ഇതിൽ അറിഞ്ഞുകൊണ്ടെന്ന് നിവർന്നിരുന്ന് ഉള്ളിലൊന്ന് ഈശോ പ്രാർത്ഥിച്ച് ബോധപൂർവ്വം ഒന്ന് കുറിച്ചും വരച്ചും കണ്ണു തുറന്നിരുന്നും ഒക്കെ ഒന്ന് പൊരുതിക്കുക. അങ്ങനെ കയറി ഇപ്പം ഇടപെടെടുക്കാം. ഇപ്പം ഇവിടെ ഇതൊന്ന് കണ്ട് യോഹന്നാൻ 12 യോഹന്നാൻ 12:47 വാക്യം. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവരത് പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ അവനെ വിധിക്കുന്നില്ല. കണ്ടോ, ഇതാ മുമ്പേ പറഞ്ഞു കഴിഞ്ഞ കാര്യം മുഴുവനും. എൻ്റെ വാക്ക് കേൾക്കുന്നവന് പാലിക്കുന്നില്ലെങ്കിലും വിധിക്കുന്നില്ല. ഇതിൻ്റെ ആഴം എന്നതാ? ആ പഴം പറഞ്ഞ് തിന്നരുത് തമ്പുരാൻ പറഞ്ഞു, അവർ പറഞ്ഞു തിന്നു. എന്നിട്ടും ദൈവം അവരെ വിധിക്കാതെ അന്ന് വൈകുന്നേരം മക്കളെ നിന്ന് വിളിച്ചു വന്നു. ഇതാ ദൈവം. അത് തന്നെ ഈശോ പറയുന്നത്, എൻ്റെ വാക്കുകൾ കേൾക്കുന്നവന് പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ വിധിക്കുന്നില്ല. വിധിക്കുന്നതന്നെ കുറ്റം വിധിക്കുക, വെറുക്കുക. വിധിച്ചാൽ പിന്നെ ശിക്ഷയാണ്. കോടതിയിലൊക്കെ വിചാരണ അവസാനം കുറ്റപത്രം, കുറ്റം വിധിച്ചാൽ പിന്നെ ശിക്ഷ പറയും, നാളെ പറയും, ശിക്ഷ പറയും. വിധിച്ച കുറ്റം വിധിക്കുന്നതാണത്. അപ്പൊ എൻ്റെ വാക്ക് കേൾക്കുന്നവന് പാലിക്കുന്നില്ലെങ്കിലും വിധിക്കുന്നില്ല. നമ്മുടെ ദൈവത്തെ നമ്മൾ അറിയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ദൈവത്തിന് ചേർന്ന മക്കളായിട്ട് നമുക്ക് മാറുക എന്ന് പറയുമ്പോൾ കുർബാന നമ്മൾ സുവിശേഷം വായിച്ചു. അപ്പോ അങ്ങനെ നിങ്ങൾ പിതാവിന്റെ മക്കളായി തീരും. എങ്ങനെ? ഈ പിതാവ് പെരുമാറുന്നവരും പെരുമാറിയിട്ടാണ്. പിതാവ് എങ്ങനെ പെരുമാറുന്നത്? എൻ്റെ വാക്ക് കേൾക്കുന്നവനും പാലിക്കുന്നില്ലെങ്കിലും വിധിക്കുന്നില്ല. ഒന്ന് വീട്ടിലെ കാര്യം ഓർത്ത് നോക്കുക. അല്ലെ സ്കൂളില് ഒരു ടീച്ചർ പഠിപ്പിക്കുക, ക്ലാസ്സിന്റെ ഇടയ്ക്ക് ടീച്ചറിന് പെട്ടെന്ന് ഓഫീസ് റൂമിലൊന്ന് പോകണം. അപ്പൊ ടീച്ചർ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ ആ പുസ്തകം എടുത്തേ, ആ പേജ് എടുത്തേ, ഈ ചോദ്യം കണ്ടോ, അതിന് ഉത്തരം കണ്ടുപിടിച്ച് എല്ലാവരും എഴുതണം. 5 മിനിറ്റ് ഇപ്പം ഞാൻ വരാൻ പോകും. ആരും ഒച്ച ഉണ്ടാക്കിയത് പ്രിൻസിപ്പൾ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇപ്പത്തെ വേറെ ക്ലാസ് ഉണ്ട്. എല്ലാവരും എഴുതണം. ടീച്ചർ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി. സ്റ്റാഫ് റൂമിലേക്ക് ഇത് കയറാൻ നേരത്തെ എവിടുന്ന് ഭയങ്കര ബഹളം. ടീച്ചർ നിന്ന് എവിടുന്ന് ബഹളം. സ്റ്റാഫ് റൂമിൽ കയറിയപ്പോൾ ടീച്ചർമാർ ബാക്കിയുള്ള എവിടുന്ന ബഹളം? ആ ടീച്ചറിന്റെ പിള്ളേരാണോ? ടീച്ചർ ഇങ്ങനെ പോന്നോ? ഈ എൻ്റെ പിള്ളേർ എഴുതിക്കൊണ്ടിരിക്കും, അവിടെ ബഹളമൊന്നുമില്ല. പിന്നെ ഇത്ര നേരം ബഹളം ഇല്ലായിരുന്നല്ലോ. ടീച്ചർ ടീച്ചറെ പിള്ളേരായി അല്ലെന്നേ ഭയങ്കര ബഹളം. പിന്നെ ടീച്ചർ പിന്നെ പുറത്തിറങ്ങി ഓടിച്ചെന്ന് ക്ലാസ്സിൽ നിന്ന് കയറുമ്പോൾ കാണുന്നത് എന്നതാ, ഒരുത്തൻ ഡെസ്കിന്റെ മോളിൽ കൂടെ ചാടുന്നു, ഒരുത്തൻ ഡെസ്കിന് കീഴേ കൂടെ ചേർന്ന് കാലെ പിടിച്ച് വലിക്കുന്നു, ഒരുത്തൻ ഭയങ്കര ബഹളം. ടീച്ചർ കയറുന്നത് അറിയുന്ന പോലുമില്ല. ടീച്ചർ അങ്ങ് കയറി അങ്ങ് ചെന്നിട്ട് ഡെസ്കിലേക്ക് 2 അടി അടിച്ച് പിള്ളേരെല്ലാം പെട്ടെന്ന് പങ്കിരുന്നു. അടുത്ത ഡയലോഗ് എന്നായിരിക്കും? ടീച്ചറിന്റെ വായിൽ നിന്നായിരിക്കും. എന്താ കാര്യം? താൻ പറഞ്ഞ വാക്കുകൾ കേട്ട കുട്ടികൾ അത് പാലിച്ചില്ല. അതുകൊണ്ട് ഇതുപോലെ തലതെറിച്ചങ്ങളെ കുറച്ച് ഘട്ടങ്ങൾ ഇങ്ങനെ. വീട്ടിലോ രണ്ടൊന്ന് പിള്ളേരുണ്ട്. വൈകുന്നേരം ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിലെ കൊണ്ട സ്ഥലം മനസ്സിൽ കിടക്കുന്നത്. കുളിയെല്ലാം കഴിഞ്ഞ് പിള്ളേർ പുരുഷവരിക്ക് മുമ്പ് ഗ്രഹപാഠം ചെയ്യാൻ വേണ്ടി ഇരുത്തിയിരിക്കുകയാണ്. പപ്പ വരുന്നതേ ഉള്ളൂ. അമ്മ പറഞ്ഞു, ഞാനിപ്പോൾ കുളിച്ചിട്ട് വരാം, നിങ്ങളിരുന്ന് വർക്ക് ചെയ്തോണം, ഹോംവർക്ക് ചെയ്തു, ആരും ഫോണൊന്നും എടുത്തേക്കരുത്, TV ഒന്ന് ഓണാക്കിക്കരുത്. മൂത്തവനെ പറഞ്ഞ ചെടി നീ നോക്കിക്കണം, മാറ്റി വെച്ചോണം, എല്ലാവരും സ്വീകരിച്ച് എടുത്തോണം. അമ്മ പയ്യെ സോപ്പും എല്ലാം എടുത്തുകൊണ്ട് കുളിമുറിക്കരുത്. ഷവറൊക്കെ ഓണാക്കി കുടിക്കാൻ തുടങ്ങിയപ്പോൾ TV ഓണായിരിക്കുന്നു. TV. അപ്പം TV-യുടെ ഒരു ചാനലിൽ ഭയങ്കര പാട്ട്, ബഹളം, സിനിമ, സീരിയൽ. അത് മാറ്റി വേറെ ചാനൽ. ഉടനെ ഇവർ തന്നെ വഴക്കുക, അപ്പടി ഇപ്പടി വഴക്കുക. ഉടനെ ഷവർ ഓഫാക്കി ചെവി ഓർത്തു, ഭയങ്കര TV-യുടെ വേണം. എടീ അത് നിർത്തടി, ആരാടി TV ഓണാക്കിയത്? എവിടെ? അവിടെ TV-യുടെ ബഹളം കൊണ്ട് കേൾക്കുന്ന പോലും ഇല്ല. ഇറങ്ങി ചെല്ലാൻ പറ്റും, കുടിച്ചുകൊണ്ടിരിക്കും.
എടി അടുത്ത ഡയലോഗ് എന്നായിരിക്കും, ഇത് കൂട്ടേണ്ട തമ്പുരാനെ. എന്താ കാര്യം? താൻ പറഞ്ഞ വാക്കുകളെ കേട്ട കുട്ടികൾ അത് പാലിച്ചില്ല. അതുകൊണ്ട് വിധിച്ച് വെറുത്ത് പലപ്പോഴും ശപിച്ചും രാഗിയും. സ്നേഹമുള്ളവരെ, നമ്മുടെ അനേക കുഞ്ഞുങ്ങള് ഏറ്റവും അധികം ഡിഫോംഡ് ആകുന്നതിന് ഒരു കാരണം സ്വന്തം അപ്പൻ്റെ അമ്മയുടെ വായിൽ നിന്ന് വരുന്ന അഴുക്ക് വാക്കുകളാണ്. വേറെ മേഖലയാണ്, പക്ഷേ വരുമെന്ന് പറഞ്ഞു പോവാണ്. വാക്കിന് പവറുണ്ട്. ഇന്ന് രാവിലെ അച്ഛന്മാർ അൾത്താരെ എന്നിട്ട് ചില വാക്കുകൾ പറഞ്ഞ് അപ്പം കൊടുത്തിട്ട്, അപ്പം ഈശോയുടെ ശരീരമായി. ഈശോ അന്നങ്ങനെ പറഞ്ഞപ്പോൾ അതായതാ. ഇന്ന് അച്ഛൻ ഈശോയ്ക്ക് വേണ്ടി അൾത്താരെ നിൽക്കുന്നു. ഇതെൻ്റെ ശരീരമാകുന്നു പറയുമ്പോൾ അച്ഛൻ്റെ ശരീരം അല്ല ആകുന്നു, ഈശോയുടെ ശരീരമാകുന്നു. കാരണം ഈശോയാണെന്ന് പറയുന്നത്. അച്ഛൻ മാറിയിട്ട് ഈശോയ്ക്ക് അവിടെ ശബ്ദവും സാന്നിധ്യം കൊടുത്തു. അങ്ങനെ അപ്പം ഈശോ ശരീരമാകുന്നതിന് അനേക അത്ഭുതങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാം. ഈ യാഥാർത്ഥ്യമാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഓരോ വാക്കിൻ്റെയും വില പറയുന്ന ആളിൻ്റെ വിലയാണ്. ദൈവത്തിൻ്റെ വാക്കിന് ദൈവത്തോളം വില. യോഹന്നാൻ 1:1 മുതൽ വാക്കുകൾ, ആദ്യം വചനമുണ്ടായി, ദൈവത്തോടു കൂടി ദൈവമായിരുന്നു, വചനം മാംസമായി ഈശോ ഉണ്ടാകട്ടെ ദൈവം പറഞ്ഞപ്പോൾ ഉണ്ടായി. ഈശോ വന്ന് ലാസറെ പുറത്തു വരുന്ന പറയുമ്പോൾ ലാസർ പുറത്തു വന്നു. ബാലിക എഴുന്നേൽക്കും, മരിച്ച കൊച്ചു എഴുന്നേറ്റു. കുഷ്ഠം മാറട്ടെ, കുഷ്ഠം മാറി. കാറ്റ് ശമിക്കട്ടെ, ശമിച്ചു. വാക്കിന്റെ വില പറയുന്ന ആളിന്റെ വിലയാണ്. അമ്മ അപ്പൻ മക്കൾക്ക് ദൈവതുല്യമാണ്. അതുകൊണ്ടാണ് കാരണവന്മാരുടെ അനുഗ്രഹത്തിന് ബൈബിളിൽ പഴയത്തിൽ കാണാം. അനുഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ്, ശാപവും വളരെ പ്രധാനപ്പെട്ടതാണ്. നെഗറ്റിവിറ്റി ഇതുവരെ എന്തെങ്കിലുമൊക്കെ ശാപവാക്ക് വായിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക, നേരിട്ട് അവരെ അനുഗ്രഹിക്കുക. മേലാല് ശാപത്തിന്റെ ഒരു വാക്ക് വായിന്ന് വരരുത്. നമ്മുടെ ജീവിതത്തിൽ നോക്കി നമ്മുടെ വായിന്നൊക്കെ ചില അവസ്ഥ കേട്ട ചില ശാപവാക്ക്, പ്രാക്കുവാക്ക്, ചീത്തവാക്ക് ഇപ്പോഴും കടന്നേറുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ. അപ്പൊ നമ്മളുടെ വായിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കേണ്ടതാണ്. അതിന് പകരം എതിർ ഒരിക്കലും പറയരുത്. സഹിക്കിട്ട് പോകുന്നവർ വന്ന് മാറിയേക്കുക. ബെഡ്റൂമിൽ പോയി മുട്ടുകുത്ത്, കട്ടിലെ കയറി കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ കരുത്തെടുക്കണം പ്രാർത്ഥനയിൽ. അല്ലാതെ ഒരിക്കലും ഒരു അഴുക്ക് വാക്ക് വൈകുന്ന പറയരുത്. ഓരോ വാക്കും പവർഫുള്ളാണ്. ഈ അപ്പം എടുത്ത് അതിൻ്റെ മേൽ വാക്ക് പറഞ്ഞ് തൻ്റെ ശരീരമാക്കി ഈശോ. ഇതിൻ്റെ മറുവശമാണ് പൈശാചി അടയാളം കുത്തി തകിടുകൾ. അതിൻ്റെ മേലെ മന്ത്രങ്ങൾ ഉരുവിട്ടിട്ട് ക്ഷുദ്ര വസ്തുക്കൾ ഉണ്ടാക്കുന്ന മേഖല. കൈവശം, കൂടോത്രം, ഭക്ഷണത്തിന്റെ മേൽ ഇങ്ങനെ പറഞ്ഞിട്ട് തിന്മ കൊടുക്കുന്നതാണ് കൈവശത്തിന്റെ മേഖല. വസ്തുക്കളുടെ മേൽ നമ്മൾ അപ്പം എന്താ IHS കുരിശടയാളമൊക്കെ അതിലുണ്ട്. യേശുസ് ഹോമിനോ സാർവാത്തോർ IHS, ഈശോ മനുഷ്യവർഗത്തിന്റെ രക്ഷകൻ IHS അടയാളം വരച്ചു വെച്ചിരിക്കുന്ന അപ്പത്തിന്റെ മേല് വാക്കുകൾ പറഞ്ഞ് അവിടെ മാറ്റം സംഭവിക്കാം. ഇതിന് മറുവശമാണ് തലയോട്ടി പിശാചിന്റെ അടയാളങ്ങൾ വരച്ചുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മേല് മന്ത്രങ്ങൾ, പൈസ ശബ്ദങ്ങൾ ഓതി പറഞ്ഞു കൊടുത്തിട്ട് പവർ കൊടുത്തിട്ട് കൊണ്ട് ഇടുന്നതാണ് കൂടോത്ര സാധനങ്ങൾ, ക്ഷുദ്ര വസ്തുക്കൾ. ഞാൻ പറഞ്ഞു നമ്മുടെ വാക്കുകൾക്കുള്ള പവർ തിരിച്ചറിയണം. ഇപ്പം ഞാൻ പറഞ്ഞു ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ കുളിമുറ ഇരുന്നുകൊണ്ട് അമ്മ അങ്ങനെ നമ്മളെല്ലാം അങ്ങനെ പെരുമാറി പോകാറുണ്ട്. ടീച്ചർ, അമ്മ, എന്താ വിഷയം? താൻ പറഞ്ഞ വാക്കുകൾ കേട്ട വ്യക്തി അത് പാലിക്കുന്നില്ല. തമ്പുരാനെ നോക്കിക്കുകയും തമ്പുരാൻ എന്താ യോഹന്നാൻ 12:47 എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. അവിടെ പറഞ്ഞ 10 പ്രമാണം, 10 വാക്കുകൾ ദൈവത്തിന്റെ കൽപ്പനകളല്ലേ. ആദ്യം കിട്ടിയ വാക്കുകളാ 10 കൽപ്പന. ആ 10 കൽപ്പനകൾ നീ പാലിക്കുന്നില്ലെങ്കിലും ദൈവം തന്നെ വിധിക്കുന്നില്ല. ഇതാ ദൈവം. പിന്നെ എന്താ ചെയ്യുന്നത്? കാരണം ഞാൻ വന്നിരിക്കുന്ന ലോകത്തെ വിധിക്കാതെ രക്ഷിക്കാനാണ്. വിധിക്കുന്ന വ്യക്തി രക്ഷിക്കുകയാണ്. ഇന്നലെ നിങ്ങളുടെ നിയോഗത്തിനകത്ത് സ്വന്തം കാര്യങ്ങള്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾ കുറേയുണ്ട്. പങ്കാളി, മക്കള്, മാതാപിതാക്കള്, കൂടപ്പുറമായ കുറേ പേര്. അവരാരെങ്കിലും നിന്റെ ധ്യാനവും പ്രാർത്ഥനയും വഴി
ഒരു രക്ഷയിലേക്ക്, വിടുതലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ട കാര്യം വിധിക്കൽ നിർത്തണം. വിധിക്കുന്ന വ്യക്തി രക്ഷിക്കുകയല്ല, രക്ഷിക്കുന്ന വ്യക്തി വിധിക്കുകയല്ല. വിധിച്ചുകൊണ്ടാണ് നീ ആ വ്യക്തിയെ രക്ഷിക്കാൻ നോക്കുന്നതെങ്കിൽ ഒരിക്കലും നീ വഴി ആ വ്യക്തി രക്ഷയിലേക്ക് വരികയാണ്. വിധിക്കുന്ന വ്യക്തി കുറ്റപ്പെടുത്തുകയാണ്. ഈശോ പറഞ്ഞുണ്ട്, എന്നെ വിട്ടത് വിധിക്കാനല്ല രക്ഷിക്കാനാണ്. എന്നെ ഭൂമിക്ക് ദൈവം വിട്ടത് വിധിക്കാനല്ല രക്ഷിക്കാനാണ്. കുറ്റം വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. ഞാൻ ആരെയും കുറ്റം വിധിക്കുകയല്ല. എത്ര ഘട്ട പാപം ചെയ്യുന്ന കണ്ടാൽ ഞാൻ കുറ്റം വിധിക്കുകയല്ല. എന്നെ ഒറ്റക്കൊടുക്കാൻ വേണ്ടി സാത്താനെ അകത്ത് വെച്ച് യൂദാസ് എന്റെ അടുത്ത് വന്ന് കവിളത്ത് വഞ്ചനയുടെ ചുംബനം തന്നിട്ടും ഞാൻ അവരെ വിധിച്ചില്ല, സ്നേഹിതാന്ന് വിളിച്ചു. ഇതാ ദൈവം. ദൈവം ഇങ്ങനെയാണ്. രണ്ട് വശം എപ്പോഴും ഉണ്ട്. ഒന്ന്, ദൈവത്തിന്റെ ഈ സ്നേഹം നമ്മൾ അനുഭവിക്കണം. നമ്മൾ ദൈവത്തിന്റെ അത് മക്കളാകണം ഈ സ്നേഹം കൊടുത്തുകൊണ്ട്. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഒരു ഇത്, വിധിച്ചാൽ നീ രക്ഷിക്കുകയല്ല. ഞാനവിടെ ധ്യാനം ആൾക്കാർ വന്ന് കൂടി കഴിയുമ്പം എന്താണ് പറഞ്ഞത്, 21 days ദാനിയേലിന്റെ 20 ദിവസത്തെ പ്രാർത്ഥന വെച്ച് ഒരു 20 ദിവസത്തെ പോരാട്ടം എടുത്താൽ പറയും. അപ്പോൾ ഒരു അമ്മച്ചി വന്നൊരു ധ്യാനം കൂടി വെച്ച് പോകാൻ നേരത്ത് ഭർത്താവിന് മദ്യപാനമാണ് വിഷയം. സഹി കിട്ടും മടുത്ത് ധ്യാനം കൂടാൻ വന്നു ഭർത്താവിനെ നന്നാക്കാൻ വേണ്ടിയിട്ട്. ധ്യാനം കഴിഞ്ഞ് പോകുന്നിടത്ത് ഈ ഒത്തി കിട്ടിയപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു, വെച്ചാൽ ഞാൻ 20 ദിവസത്തേക്ക് ഇങ്ങനെ എല്ലാം പ്രാർത്ഥിക്കാൻ പറ്റും. പറഞ്ഞവർ കൊന്തയിൽ പോകാം, എല്ലാവരും പ്രാർത്ഥിക്കുക, ഭർത്താവ് മദ്യപാനം പോകാൻ വേണ്ടി. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം. 21-ാം ദിവസം ഈ സഹോദരി എന്നെ വിളിച്ചു ഫോണിൽ. അച്ഛാ, ഞാൻ ഇന്നയാളാ, ഭർത്താവിന്റെ കാര്യം 20 ദിവസം ഇന്ന് പൂർത്തിയായി. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് വിശേഷം? എന്റെ അച്ഛാ, ഇന്നലെ അങ്ങനെ കുടിച്ചിട്ട് 1:30 പറയും, ഇന്ന് കുടിക്കാൻ പോയിരിക്കുക. അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദരിക്ക് ഭർത്താവിനെ സ്നേഹമാണ്, ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ സഹോദരി? എടുത്തമായിരുന്നു മറുപടി, അതിയാനെയോ സ്നേഹിക്കാനോ? ഞാൻ പറഞ്ഞു, സഹോദരി, ഈ 21 ദിവസവും ടാങ്കിലേക്ക് വെള്ളം കൊടുത്ത് അടിച്ചു കയറ്റുകയായിരുന്നു. ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞു എല്ലാ ദിവസവും. അടിയിലത്തെ ടാപ്പ് തുറന്ന് കിടക്കുകയായിരുന്നു. കയറിയ വെള്ളം മുഴുവനും മോട്ടർ ഓഫാക്കിയിട്ട് വരുന്നതിന് മുമ്പ് മുറ്റത്തെടുക്കും. വെറുക്കുന്ന വ്യക്തി ഒരിക്കലും രക്ഷിക്കുകയില്ല. അവിടെ നിങ്ങൾ മക്കളെ ആകട്ടെ, കൂടപ്പുറപ്പാകട്ടെ, പങ്കാളിയാകട്ടെ, മാതാപിതാക്കൾ ആരുടെയും രക്ഷയിലേക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും നിയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം അവരെ വിധിക്കുന്നത് നിർത്തും. ഈ റിയാനെ ഈശോ കണ്ടോ? റിയാൻ സ്വീകരണ സാത്താനെ വിളിച്ച് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന പഴയ ക്രൈസ്തവ ശുശ്രൂഷകനാണ്. അവനെ വിധിക്കാതെ അങ്ങോട്ട് ചെല്ലുന്ന ഈശോ, സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന ഈശോ. ഇങ്ങനെ സ്നേഹിക്കാനുള്ള തീരുമാനമെടുക്കാം. പക്ഷെ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നിയന്ത്രണം വിട്ടുപോയി. ഇങ്ങനെ സ്നേഹിക്കാൻ അവന്റെ മുഖത്തോട്ട്, അവളുടെ മുഖത്തോട്ട് നോക്കുമ്പോഴേ മക്കള് ഇങ്ങനെ നടക്കുകയാണ്. ഇതിനോട് പള്ളി പോക്കില്ല, പ്രാർത്ഥനയില്ല, വേറെ രീതി, അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു. അച്ഛാ, ഓർക്കുമ്പോഴേ സഹി കിട്ടുപോ, കണ്ടു കഴിയുമ്പോഴേ ചൊറിഞ്ഞ് കയറി വരികയാണ്. നിയന്ത്രണം വിട്ടു പോവുകയാണ്. പറ്റുന്നില്ല അച്ഛാ, എന്നാ ചെയ്യും? തീരുമാനമൊക്കെ എടുക്കാം. അവിടെയാണ് പ്രാർത്ഥന വഴി ശക്തി ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ നാളെ നമുക്ക് കാണാം. അതിൻ്റെ നാളെ നമുക്ക് കാണണം. അത് നാളെയിലേക്ക് വരാം. ഇന്ന് മുതൽ കുമ്പസാരത്തിലേക്ക് ഒരുങ്ങാൻ നോക്കുന്നത്. അപ്പോൾ ഈ വിധിക്കുക രക്ഷിക്കുക രണ്ട് ശൈലിയാണ്. രക്ഷിക്കാനായിട്ട് അത് പോകുന്നെങ്കിൽ വിധിക്കലിന്റെ വഴിയെ കയറി പോകരുത്. എന്ത് കണ്ടാലും വിധിക്കരുത്. എത്ര എതിരോട് ചെയ്യുന്ന കണ്ടാലും വിധിക്കരുത്. പ്രാർത്ഥനയില്ല, പള്ളി പോക്കില്ല, വീണ്ടും ദാമ്പത്യ അവിശ്വസ്തത കാണിച്ചുകൊണ്ട് വേറൊരു വ്യക്തിയുടെ കൂടെ പോയി കിടക്കുന്നത് കണ്ടിട്ട് നിൽക്കുന്നിടത്ത് പോലും വിധിക്കാതെ, ഈശോയെ എൻ്റെ ചെയ്യുന്ന എന്താന്ന് അറിയുന്നില്ല, ക്ഷമിക്കണമേ, അവർക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു, കരുണയായിരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. വിധിക്കരുത്. ഇപ്പോഴവർ തെറ്റിനകത്ത് കിടക്കുക. കയറി വന്നേക്കും, കയറി വരണം. ഇതാ തമ്പുരാന്റെ ശൈലി. ശത്രുവിനെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ പിതാവിന് മക്കളാകും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലോ നീ സാത്താൻ സന്തതിയാണ്. വെറുക്കുന്നു, വിധിക്കുന്നു, കുറ്റപ്പെടുന്നു. സാത്താൻ എപ്പോഴും കുറ്റപ്പെടുന്നവനാ. വെളിപാട് 12-ന്റെ 10-ാം വാക്യത്തിന്റെ അവസാനം നമ്മുടെ സഹോദരങ്ങൾ രാമകൾ ദൈവസമക്ഷം പഴി പറയുന്നവൻ, ദുഷിക്കുന്നവൻ സാത്താൻ. ആ ദുഷിപ്പ് നമുക്ക് കിട്ടിയിട്ട് പറയും.
കുറ്റപ്പെടുത്തി നിർത്ത്. ആദം പറഞ്ഞു, നീ എനിക്ക് തന്ന സ്ത്രീ അവളാ, കുറ്റപ്പെടുത്തരുത്. അത് നമുക്കിപ്പോഴുള്ള സ്വഭാവം, കുറ്റപ്പെടുത്തരുത്. ഇത് സാധാരണ സ്വഭാവമാണ്. ദൈവം ഒരിക്കലും കുറ്റപ്പെടുത്തുകയാണ്, ബോധ്യപ്പെടുത്തുകയുള്ളൂ. യോഹന്നാൻ 16 8, 9, 10, 11 വാക്യങ്ങളിൽ നമ്മൾ റെഫറൻസ് പറയുമ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുമ്പോഴേ റെഫറൻസ് കുറിക്കുക. പിന്നെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സമയമില്ലാത്ത മുന്നോട്ട് പോവാണ്. അപ്പം ഒരുപാട് 12-ന്റെ 10-ന്റെ അവസാന ഭാഗമാണ്, നമുക്കറിയാമല്ലോ. നിരന്തരം പഴി പറയുന്ന സാത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് പറഞ്ഞ വചനം ഏതായിരുന്നു? യോഹന്നാൻ 16 8, 9, 10 വരുന്ന വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരു പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. കുറ്റപ്പെടുത്തുകയല്ല, കൺവിൻസ്, നോട്ട് കൺവിക്റ്റ്. കൺവിൻസ്, ബോധ്യപ്പെടുത്തും. പാപത്തെക്കുറിച്ച് പോലും റിയാസ്ത്രീകളെ സാത്താനെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും കുറ്റപ്പെടുത്താതെ വരുന്ന ഈശോ സ്നേഹിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ വ്യക്തി മകനോ മകളോ പ്രായപൂർത്തിയായാലും പ്രത്യേകിച്ചും സ്വതന്ത്രമായ ദൈവം കൊടുത്തതാണ്. ദൈവം പോലും വയലേറ്റ് ചെയ്യുകയല്ല. നമ്മൾ പറഞ്ഞു, പ്രായപൂർത്തിയായാലും മകൻ മകൾ എത്ര വൃത്തികെട്ട രീതിയിൽ പോകുന്നത് കാണുന്നിടത്തും അതിന് നൊമ്പരം. ആ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് നൊമ്പരം. ആ നൊമ്പരം അനുഭവിച്ചുകൊണ്ട് തന്നെ ആ വ്യക്തിയെ സ്നേഹിക്കുക, ആ വ്യക്തിയെ വലുതോരെ പരിചരിക്കുക, ആ വ്യക്തിക്ക് വേണ്ടി കാത്തു നിൽക്കുക, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉപദേശവും വേണ്ട. നമ്മൾ പറയുന്ന ഉപദേശത്തെക്കാൾ ഇങ്ങോട്ട് ഉപദേശിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. സ്നേഹിക്കുക, കാത്തു നിൽക്കുക. നശിച്ചു പോയി എന്ന് പറയണ്ട, വിധിക്കരുതെന്ന് വരെ പറഞ്ഞിട്ടുണ്ടല്ലോ. ദൈവം തീരുമാനിക്കട്ടെ. നമ്മുടെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ട്, അത് തിരുത്താൻ നോക്കുക, നൊന്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്യാവുള്ളൂ, അല്ലാതെ ഒരിക്കലും രക്ഷിക്കാനോ. ഞാൻ പറഞ്ഞു, ദാമ്പത്യ അവിശ്വസ്തത പോകുന്നതായിട്ട് നിന്റെ പങ്കാളിയെ കണ്ടാൽ പോലും വെറുക്കരുത്, വിധിക്കരുത്. ദൈവത്തിന് ആരെയും വെറുക്കാൻ പറ്റിയല്ല. വെറുക്കാന്നുള്ള വിസ്താരമായ ഫലങ്ങളില്ല. നിനക്കും വെറുക്കാൻ അവകാശമില്ല. നീ വെറുത്താൽ വെറുക്കുന്നവൻ കൊലപാതകി. യോഹന്നാൻ 8:44 പിശാച് അതുപോലെ കൊലപാതകിയാണ്. ഞാൻ കൂട്ടത്തിൽ കയറി കഴിഞ്ഞു. പിശാചിന്റെ മകളായിരുന്നുകൊണ്ട്, മകനായിരുന്നുകൊണ്ട് നീ എങ്ങനെ നിന്റെ കൂടെയുള്ള രക്ഷിക്കും? രക്ഷിക്കുകയല്ല. വെറുക്കരുത്. നൊമ്പരം, കണ്ണീരൊഴുക്കി കരഞ്ഞ് തമ്പുരാന്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി കട്ടക്കൊത്ത ചൊല്ലിയും മാപ്പ് ചോദിച്ച് ഈശോക്കുറിച്ചെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പൊ യൂദാസ് സാത്താനെ അകത്ത് വെച്ചോണ്ട് വഞ്ചനയുടെ ചുംബനം തരാനായിട്ട് വന്നെടുത്ത് പോലും ഈശോ അവനെ വെറുത്തില്ല, വിധിച്ചില്ല. ഇതാണ് സ്വർഗസ്നായ പിതാവിന്റെ മകൻ മകള് പെരുമാറേണ്ട മോഡല്. ഈശോ വന്ന് ഭൂമി വന്ന് പഠിപ്പിക്കുകയാണ്. ഇതാണ് തമ്പുരാനെന്ന്. അവിടെ നമ്മൾ ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം ഒന്ന് ആത്മശോധന ചെയ്യണം. വിരുദ്ധമായിട്ട് വന്നിരിക്കുന്നതൊക്കെ നമ്മൾ കുമ്പസാരം എല്ലാം നല്ലപോലെ ഒരുക്കി ചെയ്തു, സഹായിയൊക്കെ മനസ്സിലായി തന്നു. കുമ്പസാരം കഴിഞ്ഞ എല്ലാവരും ചെയ്തവരാണ്. പക്ഷെ ഇന്ന് വൈകുന്നേരം നാളെയൊക്കെ സംസാരിക്കാനുള്ള അവസരം. ഇതാണ് മേഖല. ഞാൻ എത്ര പേരെ വിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, വെറുത്തിട്ടുണ്ട്. ഒത്തിരി ഉണ്ട് അവിടെ. അതുകൊണ്ട് അവരിലേക്ക് എൻ്റെ പ്രാർത്ഥന വേണ്ട കൃപ എത്താതെ ബ്ലോക്കായിട്ട് കിടക്കുന്നത്. യോഹന്നാൻ 12 നമ്മൾ കണ്ടതിന് ബാക്കി പെട്ടെന്ന് ബാക്കി നോക്കിക്കുകയും 47 കേൾക്കുന്നതും പാലിക്കുന്നതിന് വിധിക്കുന്നത്. കാരണം ഞാൻ വന്നത് ലോകത്തെ വിധിക്കാൻ രക്ഷിക്കാനും. എന്നാൽ ഇതാണ് മറുവശം. ഇഷ്ടംപോലെ പാപിച്ചത് പോകാം അങ്ങനെയാണെങ്കിൽ. അതിന് ഒത്തിരി ഇഷ്ടം പറയാണ്ട് ഇവിടെ. എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നതിന് വിധികർത്താവ് ഉണ്ട്. ആരാ വിധിക്കുന്നത്? ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. എന്നാൽ ഞാൻ സ്വമേധയല്ല സംസാരിച്ചത്, ഞാൻ എന്ത് പറയണമെന്ന് പഠിപ്പിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ കൽപ്പന നൽകിയിരിക്കുന്നു. നമ്മൾ അപ്പുറത്ത് കണ്ടതാണ്. ഈശോ പഠിപ്പിക്കുന്ന എല്ലാം ദൈവം തന്നെ പഠിപ്പിക്കുന്നതാണ്. ഞാൻ പറയുന്ന ഒന്നും സ്വന്തമല്ല. അവിടുത്തെ കൽപ്പന 50 പറ്റി കണ്ടോ? അവിടുത്തെ കൽപ്പന നിത്യജീവനാണ് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ പറയുന്നത് എല്ലാം പിതാവ് കൽപ്പിച്ചതുപോലെ തന്നെയാണ്. യോഹന്നാൻ 7 ഒരു വചനം ഈ ആൾക്കാർ വന്നിട്ട് യേശുവിന്റെ ജ്ഞാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ യോഹന്നാൻ 7 14, 15, 16 വാക്യങ്ങളില്, യോഹന്നാൻ 7 15, 14, 15, 16 വാക്യങ്ങള് ഈശോ പഠിപ്പിക്കുന്നത് കേട്ട് ഒന്നും പഠിച്ചിട്ടില്ല, ഇവർ ഇതെല്ലാം എവിടുന്ന് അറിവ് കിട്ടിയെന്ന് ഇവർ വിസ്മയിച്ചു. യേശു പറഞ്ഞു 16 വാക്യം, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റെതാണ്. ഇതൊന്നും എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റെതാണ്. അച്ഛനെ അടുത്താരെ എന്ന് പങ്കുവെക്കുന്ന ഈ കാര്യങ്ങളൊന്നും അച്ഛൻ്റെതല്ല. മനസ്സിലായി? ഇതൊന്നും അച്ഛൻ്റെതല്ല. ഇത് ഈശോ പഠിപ്പിച്ചതാണ്. ഈശോ പഠിപ്പിച്ച സ്വർഗത്തിലെ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ്. അപ്പം എൻ്റെ വാക്ക് ഈശോ പറയാണ്, ഞാൻ 12-ന്റെ 50 വാക്യം ഒന്ന് ശ്രദ്ധിച്ചു.
12:50 ഒന്ന് ശ്രദ്ധിച്ച് അവിടെ പറയാണ്, ഈ കൽപ്പന പിതാവ് കൽപ്പിച്ചവർ തന്നെയാണ് ഈ പറയുന്നത്. ഇനി എന്താ? ആ കൽപ്പന നിത്യജീവനാണ്, ജീവനാണ്. ദൈവത്തിന്റെ വചനത്തില് വാക്കിന്റെ വില പറയുന്ന ആളിന്റെ വിലയാണ്. ആ പറയുന്ന ആളുടെ സാന്നിധ്യം വാക്കിലുണ്ട്. അവിടെ ഈശോയുടെ വാക്കുകൾ, ദൈവത്തിന്റെ വാക്ക്, ആ വാക്കിന് ദൈവിക ജീവനുണ്ട്. അതാണ് യോഹന്നാൻ 6:62-63 നമ്മൾ മുമ്പേ കണ്ടു. വിശ്വസിക്കാത്തവരായിട്ടെന്ന് പറഞ്ഞ് അതിന്റെ കൂടെ തന്നെ കാണാം, ഞാൻ പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ്. 63 വാക്യം, മറ്റത് 64 അല്ലേ? വിശ്വസിക്കാത്തവർ ചില 64 വാക്യം. 63 ശരീരം ഒന്ന്, ഞാൻ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈശോയുടെ ഓരോ വാക്കും ആത്മാവും ജീവനുമാണ്, നിത്യജീവനാണ് അവിടുത്തെ കൽപ്പന. അത് ഈശോ പഠിപ്പിക്കുന്നത്. അവിടെ എന്താ? ഉദാഹരണം പറയാം. ഒരു മലയുടെ അടിയിലുള്ള വലിയ ടണൽ ഉണ്ടാക്കുകയാണ്, കിലോമീറ്ററുകൾ. ടണലിൽ കൂടെ പോകുമ്പം വണ്ടി പോകാൻ മാത്രമായില്ല, എന്ത് കഴിക്കും ടണൽ. അപ്പം അതിനകത്ത് കയറി പോകുമ്പം നമുക്കറിയാം കുറച്ച് കഴിയുമ്പം ശുദ്ധമായി കിട്ടിയല്ല. അപ്പം ഉണ്ടാക്കുന്നവരിങ്ങനെ എയർ സപ്ലൈ അകത്ത് കൊടുക്കും, ഡക്റ്റിട്ട് മോട്ടർ വെച്ച് എയർ സപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ടണലിനകത്ത് എയർ കിട്ടുന്നത്. അങ്ങനെ അങ്ങ് പോകുമ്പോൾ ആൾക്കാർ കാണാൻ വേണ്ടി കയറി വരികയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ടണലുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നല്ല, ആരും ഉണ്ടാക്കി വേറെ വെച്ചിരിക്കുന്നു. പക്ഷെ അങ്ങോട്ട് ഈ എയർ സപ്ലൈ ഇല്ല. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് പോകരുത്, അപകടമാണ്. ബോർഡ് വെച്ചിട്ടുണ്ട്, സെക്യൂരിറ്റി അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് പേര് ഇങ്ങനെ കാഴ്ച കണ്ട് കയറി വന്നു, കുറച്ച് പിള്ളേർ ഇങ്ങനെ കയറി വന്നിട്ട് അവർക്ക് ഈ മെയിൻ ടണലിൽ കൂടെ പോകുന്ന വലിയ രസം തോന്നില്ല. ഇത് കണ്ടപ്പോൾ എന്താ ഇങ്ങോട്ട് പോയാലോ, അങ്ങ് ഇരുട്ടാണ്, കയറി പോയാലോ. അവിടെ ബോർഡ് വെച്ചിരിക്കാണ്, പോകരുത്, അപകടം, ശുദ്ധമായി കിട്ടുകയാണ്. നോക്കാം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ സെക്യൂരിറ്റിക്കാർ കയറി അപകടം, അങ്ങോട്ട് പോകരുത്, അപകടം, നിങ്ങൾ വലിച്ചു വീഴും. അതുകൊണ്ട് അങ്ങനെ ഒരു പിള്ളേർ മാറാതെ അങ്ങോട്ട് കയറാതെ മാറി വിടുന്നു. സെക്യൂരിറ്റിക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞപ്പം ഇവർ നോക്കിച്ചിട്ട് ഒറ്റ ഓട്ടം അങ്ങോട്ട് കയറി, അതിനകത്തോട് കയറി അങ്ങ് പോവുകയാണ്. സെക്യൂരിറ്റിക്കാരൻ കണ്ടില്ല. അങ്ങ് കുറച്ചെണ്ണം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്സിജൻ കിട്ടുന്നില്ല. ഒരു വക തറം വന്നിക്കുന്ന പോലെ, വേച്ചു പോകുന്ന പോലെയൊക്കെ ഒരുത്തൻ കുഴഞ്ഞ് വീണു. മറ്റേ പിന്നെ അങ്ങോട്ട് പോകുന്നത് പിടിക്കാൻ നോക്കുന്നതിന് കുഴച്ചിട്ട് വരുന്നു. ചിലപ്പോഴൊക്കെ കണ്ട് തേക്കാൻ ഇറങ്ങിയിട്ട് കുഴച്ച് വീണു. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ ഇവരെ കാണാൻ സംശയം വന്ന് മുഖത്ത് നോക്കുമ്പോൾ ഇവർ അങ്ങോട്ട് പറിക്കാം, മക്കളെ വേഗം വാ, തിരിച്ചു വാ, വേഗം വാ, അപകടം, വേഗം വാ. ഇത് കണ്ട അവർ പിന്നെ അബദ്ധത്തോട് ഓടി അല്ല അവിടെ ഇരിക്കുകയാണെങ്കിലോ അവർ കുഴഞ്ഞ് വീഴും. ഇതാണ് ഞാൻ പറഞ്ഞ വാക്കുകൾ നിത്യജീവനാണ്, ആത്മാവും ജീവനുമാണ്. ഈ ടണലിലൂടെ പോയാൽ, ഈ വചനത്തിന്റെ വഴിയെ പോയാൽ നിങ്ങൾക്ക് ഓക്സിജൻ സപ്ലൈ ഉണ്ട്. ഇത് വിട്ട് വേറെ വഴിക്ക് പോയാൽ അവിടെ ഓക്സിജൻ സപ്ലൈ ഇല്ല, ജീവനില്ല, നിങ്ങൾ കുഴയും, മരിക്കും. അങ്ങനെ പോയിട്ട് കുഴഞ്ഞു വീഴുമ്പം അതേപ്പറ്റി സെക്യൂരിറ്റിക്കാരൻ അവനെ എറിഞ്ഞു വീഴ്ത്തിയതാ, ശിക്ഷിച്ച് ഉരുട്ടി വീഴ്ത്തതാ എന്ന് പറയരുത്. സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞിരുന്നു, പോകരുത്, അപകടമാണ് മക്കളെ, പോകരുത്. സെക്യൂരിറ്റിക്കാരനല്ല അവനെ തലകറക്കി വീഴിച്ച് ശ്വാസം കിട്ടാതെ കൊല്ലിക്കുന്നത്. ഇതുപോലെ ഈശോ പറയാണ്, ഞാൻ ആരെയും വിധിക്കുകയല്ല, ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന്റെ വഴിയിലാണ് ജീവൻ. ആ വചനത്തിന്റെ വഴി വിട്ട് ആരൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിച്ചു പോകുന്നു, അവരൊക്കെ ദൈവിക ജീവൻ കിട്ടാതെ കുഴയാൻ തുടങ്ങും. അങ്ങനെ കുഴഞ്ഞു വീഴും. ഇതാണ് ശിക്ഷാവിധി. ഹല്ലേലൂയ. യോഹന്നാൻ 13 ഒറ്റ വാക്യം കണ്ട് നമുക്ക് ഇടപെട്ടെടുക്കാൻ ശ്രമമുള്ളവരെ. യോഹന്നാൻ 3 യോഹന്നാൻ 3:17 നമ്മൾ 16 രൂപ കണ്ടായിരുന്നല്ലോ. യോഹന്നാൻ 3:17 യോഹന്നാൻ 3:17 ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് വെച്ച് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, അവൻ ലോകം രക്ഷ പ്രാപിക്കാനാണ്. അതുകൊണ്ട് ഇവിടെ അത് തന്നെ, ഏത് ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. വിധിക്കുന്നവൻ രക്ഷിക്കുകയല്ല, രക്ഷിക്കുന്നവൻ വിധിക്കുകയല്ല. വിധിക്കാനല്ല എന്നെ വിട്ടത്. അവർ വിശ്വസിക്കുന്ന ഒരു ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതനാമത്തെ വിശ്വസിക്കായോ നേരത്തെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. ഇതാണ് ശിക്ഷാവിധി. അപ്പൊ ഇവിടെ ക്ലിയറാണ്. പാപം പിന്നെ ചെയ്തു പോയ എന്നാ കുഴപ്പമുണ്ടോ? ദൈവം പണങ്ങുകയല്ല, ദൈവം ശിക്ഷിക്കുകയല്ല, ദൈവം വെറുക്കുകയല്ല, ദൈവം ഒരിക്കലും സ്നേഹത്തിൽ നിന്ന് പുറത്താക്കുകയല്ല. ഇത് വാസ്തവം. പക്ഷെ ശിക്ഷാവിധിയുണ്ട്. ഇതാണ് ശിക്ഷാവിധി. എന്താണ്? പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യ പ്രകാശത്തെ അധികം അന്ധകാരത്തെ സ്നേഹിച്ചു.
അവിടെ പ്രവർത്തിക്കുന്ന തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവന്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നതിന് വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവന്റെ പ്രവർത്തികൾ ദൈവം ജീവൻ തെളിയുന്നു. ഒരു ഉദാഹരണം പറയാം. ഒരു ടൗണിന്റെ പ്രാന്തപ്രദേശത്ത് കുറെ കണ്ടുകൂടിയന്മാർ, അലമ്പന്മാർ, ചീട്ടുകളി, ബഹളം, രാത്രിയിൽ ഇങ്ങനെ ബഹളം കാണാൻ ആ ഭാഗത്തിൽ ആർക്കും ഉറങ്ങാൻ പറ്റുന്ന, രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇരുന്ന് അടുത്താ ഇപ്പം വിടാൻ കണ്ടു, ഇപ്പം വിടാം, ഉറങ്ങാൻ വരും. അവർ പോലീസിൽ പറഞ്ഞു കൊടുക്കാം. അവിടെ പോലീസുകാർ ആ പ്രദേശത്ത് പട്രോളിങ് കൂട്ടി. രാത്രി ഇല്ലെങ്കിൽ അരമണിക്കൂറായിട്ട് വണ്ടി വന്നിട്ടിരിക്കുകയാണ് പട്രോളിങ് ജീപ്പ്. അപ്പോൾ കുറേ അലമ്പന്മാർ ഇങ്ങനെ അവരിങ്ങനെ ഒളിച്ചും പാത്തും ഈ റോഡിൻ്റെ അരികിൽ ഒരു പള്ളക്കേന്ദ്രം അവർ തൊട്ട് എവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കുടി ബഹളം, ചീറ്റുകളി, ഭയങ്കര അലമ്പാണ്. ഇരിക്കുമ്പോൾ രാത്രി 2 മണി സമയം പോലീസ് വണ്ടി റോഡെ വരികയാണ്. നോക്കിയപ്പോൾ അത് പോലീസ് വണ്ടിയാണ്. ഇവരെല്ലാം വാരി പൊതിഞ്ഞെടുത്തിട്ട് ഒറ്റ ചാട്ടം ഒരു കലുങ്കുണ്ട് അവിടെ, കലുങ്കിൻ്റെ കീഴെ കയറി, അതിൻ്റെ കീഴെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കലുങ്കിൻ്റെ അടി മുഴുവൻ ചെളി ദുർഗന്ധം. അതിൻ്റെ കീഴോട്ട് കയറി ഒരു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഈ പോലീസ് വണ്ടി അവിടെ വന്നപ്പം ഈ വണ്ടി അവിടെ ഒതുക്കി. അത് പോലീസുകാർക്ക് ധൃതിയൊന്നുമില്ല. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കലുങ്ക ഇരുന്ന് വർത്താനം പറയാൻ തുടങ്ങി. അപ്പൊ ഇവരിങ്ങനെ ഇരിക്കും. അവർക്ക് ഇരിക്കത്തുമില്ല, നിവരത്തുമില്ല, തുമ്മത്തില്ല. പ്രാണി അതിലെ കയറി ഇതിലെ കയറുന്ന അവിടെ കടിക്കുന്നു, ഇവിടെ കടിക്കുന്നു. മൂക്ക് തുമ്മാൻ വരുന്ന മൂക്ക് പൊത്തി പറ്റി നിൽക്കുകയാണ്. ഇവർക്ക് പോയിട്ട് പുറത്ത് വരാൻ 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ്, അരമണിക്കൂർ. ഇതാണ് ശിക്ഷാവിധി. തങ്ങളുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായതുകൊണ്ട് അവർ പ്രകാശത്തെ വെറുത്തു. തങ്ങളുടെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവർ അന്ധകാരത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാല് കടിക്കുന്നത് ഉപ്പന്മാര് കാരണം നമ്മളിങ്ങനെ നശിക്കുക, വിഷമിക്കുക. ഉമ്മാര് കാരണമാണെങ്കിൽ നാട്ടുകാർ മുഴുവൻ കലിങ്ങിന്റെ കിട കാണേണ്ട രാത്രി. ഇവര് മാത്രമേ ഉള്ളൂ. അപ്പൊ നരകത്തിലേക്കും നാശത്തിലേക്കും പോകുന്നവരാരും ദൈവമായ കർത്താവ് ഇറക്കി വിട്ടിട്ടല്ല പോകുന്നത്. മനസ്സിലായോ? ദൈവത്തിന് ആരെ ഇറക്കി വിടാൻ പറ്റുകയാണ്. ദൈവത്തിന് ആരെ ഇറക്കി വിടാൻ പറ്റുകയല്ല. ഓരോരുത്തർ പോകുമ്പോഴും പോകല്ലേ മക്കളെ, പോയി കഴിയുമ്പോൾ തിരിച്ചു വാ ഒന്ന് വന്നിരുന്നെങ്കിൽ. തോർത്തന്റെ അപ്പൻ കാത്തിരുന്നു. ഈശോ പറയുന്ന ഉപമ ഈശോ അല്ല. ഈശോ പറഞ്ഞു, ഞാനല്ലെന്നേ, സ്വർഗത്തിലെ അപ്പ എന്നിൽ വസിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നതാ. അതാ വചനത്തിന്റെ വെള്ള. ആരെങ്കിലും തമ്പുരാന്റെ വചനത്തിന്റെ വഴി വിട്ടുപോയാൽ അവർ ഈ ഓക്സിജൻ, ദൈവിക ജീവൻ കിട്ടാതെ കഴിയാൻ തുടങ്ങും. അല്ലാണ്ട് ഇതാണ് ശിക്ഷാവിധി. ഹല്ലേലൂയ. അപ്പോഴ് ഈ പാവം പിന്നെയും ചെയ്ത് എന്നെ കുഴപ്പം. ദൈവം ഒരിക്കലും പിണങ്ങുകയില്ല, വെറുക്കുകയില്ല, മാറ്റിവെക്കുകയില്ല. പക്ഷേ നമ്മൾ പോയി ഇങ്ങനെ സെക്യൂരിറ്റിക്കാർ നോക്കി നിൽക്കുകയാണ്. കുഴഞ്ഞു വീഴുന്നു ബോധം കെടും. സെക്യൂരിറ്റിക്കാർ എന്നാ ചെയ്യുന്നേ അവസ്ഥയാണ്. സെക്യൂരിറ്റിക്കാരോട് ഓടി പോയി പൊക്കിയെടുത്തുകൊണ്ട് വരാൻ തോന്നും ടണലില്. പക്ഷെ ഇവിടെ നമ്മുടെ സ്വതന്ത്ര മനസ്സ് ദൈവം തന്നിരിക്കും. ദൈവം വരേറ്റ് ചെയ്യുകയാണ്. ഞാനെന്ന വ്യക്തി തിരിച്ചു വരാൻ തയ്യാറാകാൻ ദൈവം നമ്മളെ പൊക്കിയെടുക്കുകയല്ല. നമ്മുടെ സ്വതന്ത്ര മനസ്സ്. ഹല്ലേലൂയ.